Sufferings of women in patriarchal society is the major theme in most of the works of post-colonial literature. Here we are discussing such a topic, Purple Hibiscus by Chimamanda Ngozi Adichie. It is her debut novel. Debut novel means first novel, and it was published in 2003. 2003 പബ്ലിഷ് ചെയ്ത പർപ്പിൾ ഹിബിസ്കസ് എന്ന നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് എഴുതിയത് പോസ്റ്റ് കൊളോണിയൽ റൈറ്ററായ ചിമമന്ദ നോജി അഡിച്ചിയാണ്. ഷീ ഈസ് ദ ഫേമസ് നൈജീരിയൻ റൈറ്റർ. പ്രശസ്ത നൈജീരിയൻ എഴുത്തുകാരിയാണ്. വി ഹാവ് ഓൾറെഡി ഡൺ ഹർ വർക്ക്സ്. അവരുടെ ഒരുപാട് കൃതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നോവൽ ഇസ് പോസ്റ്റ് കൊളോണിയൽ നൈജീരിയ, a country of political instability and economic difficulties. And this paper or this novel is included in the paper post-colonial literature. It is for the fourth sem PG students of Calcutta University. Final year PG കുട്ടികൾക്കുള്ള പേപ്പറാണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ഒരു ടോപ്പിക്കാണ് പർപ്പിൾ ഹിബിസ്കസ്. ഇറ്റ് ഈസ് എ നോവൽ. ദെൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റ് കൊളോണിയൽ നൈജീരിയ ആണ്. ആ നൈജീരിയയുടെ അവസ്ഥ, ഇറ്റ് ഈസ് എ കൺട്രി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, പൊളിറ്റിക്കൽ അസ്ഥിരത, രാഷ്ട്രീയ അസ്ഥിരതയുള്ള കാലഘട്ടം. അതോടൊപ്പം തന്നെ ഇക്കണോമിക് ഡിഫിക്കൽട്ടീസ്, സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ പരാധീനതകൾ അനുഭവിക്കുന്ന നൈജീരിയ. ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ദ സെൻട്രൽ ക്യാരക്ടർ ഇസ് കമ്പിളി അച്ചിബെ. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കമ്പിളി അച്ചിക്കെ എന്ന കഥാപാത്രമാണ്. She is aged 15, 15 വയസ്സുള്ള പെൺകുട്ടി. A member of a wealthy family in Enugu state, dominated by her devotee Catholic father Eugene. അവളുടെ അച്ഛന്റെ പേര് യൂജിൻ. വളരെ സ്റ്റോൺസ് കാത്തലിക് ആണ്, വളരെ കർക്കശക്കാരനായിട്ടുള്ള, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു കത്തോലിക്ക വിശ്വാസിയാണ് യൂജിൻ. പിന്നീട് ഒരു വെൽത്തി ഫാമിലിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ വ്യക്തി വളരെ ക്രൂരനാണ്. പുറമേ നല്ല സോഫ്റ്റ് സ്വഭാവമുള്ള, എന്നാൽ ഫാമിലിയിൽ, വീട്ടില് വളരെ ക്രൂരനായിട്ടുള്ള, ഭാര്യയോടും മക്കളോടും ഒക്കെ ക്രൂരമായി പെരുമാറുന്ന വ്യക്തിയാണ് യൂജിൻ. ആൻഡ് യൂജിൻ is both a religious zealot and a violent figure, subjecting his wife Beatrice Kambili herself and her brother Jaja to beatings and cruelty. ഇദ്ദേഹം നമ്മൾ പറഞ്ഞു, ഹി ഈസ് എ റിലീജിയസ് സീലട്ട്. റിലീജിയസ് സീലട്ട് മീൻസ് എ സ്റ്റോൺസ് ബിലീവർ ഓഫ് റിലിജിയൻ. കത്തോലിക്ക മതവിശ്വാസിയാണ്, വളരെ കർക്കശക്കാരനായ വിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ ഹി ഈസ് എ വയലന്റ് ഫിഗർ, വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. സബ്ജക്ട് ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ബിയാട്രിസ് എന്നാണ് അവരുടെ പേര്. 2 മക്കളാണ്, കമ്പിളിയും അതേപോലെ ജജ എന്ന മകനും. ആ 2 മക്കൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ഈ 2 മക്കളെയും ഭാര്യയെയും ഉപദ്രവിക്കുക എന്നുള്ളതാണ് അയാളുടെ പരിപാടി. ആൻഡ് ബിയാട്രിസ് ഹാസ് ഈവൻ 2 miscarriages because of his violence. ഇദ്ദേഹത്തിന്റെ ഈ ക്രൂരത കാരണം ബിയാട്രിസിന് 2 പ്രാവശ്യം അബോർഷൻ സംഭവിക്കുന്നു. അത്രത്തോളം ക്രൂരനായ ഒരു മനുഷ്യനാണ് യൂജിൻ. The story is told in the perspective of Kambili about her disintegration to her family and her struggle to grow to maturity. ഈ ഒരു നോവൽ തുടങ്ങുന്നത് കമ്പിളിയുടെ ആ വിവരണത്തിലൂടെയാണ്. അതില് തന്റെ ഈ കുടുംബത്തിൽ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വിവരിക്കുന്നവര്. അതോടൊപ്പം തന്നെ ആ മെച്യൂരിറ്റി, 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾ ആ പ്യൂബർട്ടി സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ അവൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് വിവരിക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, 15 വയസ്സുള്ള പെൺകുട്ടിയാണ് കമ്പിളി. അവളുടെ മൂത്ത സഹോദരൻ, അതായത് 2 വയസ്സ് മൂത്തതാണ് ജജ എന്ന സഹോദരൻ. അവന്റെ ശരിക്കുള്ള പേര് ചുക്കുവിക്ക അച്ചിക്കെ എന്നാണ്. ചുക്കുവിക്ക അച്ചിക്കെ, കമ്പിളി അച്ചിക്കെ. ഈ 2 കുട്ടികളാണ്. ബിയാട്രിസ് അമ്മ, അച്ഛന്റെ പേര് യൂജിൻ. ഈ ഫാമിലിയിലെ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. And Kambili and her brother Jaja spent a short time at the house of Eugene's sister Aunt Ifoma and her 3 children. ഇങ്ങനെ കഷ്ടപ്പാടുകളും, അല്ലെങ്കിൽ നല്ല വെൽത്തി ഫാമിലിയാണ്, ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികളും ഈ ഭാര്യയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള്, ക്രൂരതകളൊക്കെ അനുഭവിക്കുന്നു. ഈ സമയത്താണ്
കമ്പിളിക്കും അവളുടെ സഹോദരനും കുറച്ചു കാലത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ യൂജിന്റെ സഹോദരിയായ ഇഫോമയുടെ അടുത്ത് താമസിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടം ഒരു ഷോർട്ട് പീരീഡ് ആണ്, പക്ഷെ ആ കാലഘട്ടം അവരുടെ സ്വഭാവത്തെയും അവരുടെ ആ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ആൻഡ് the atmosphere of the house of Ifoma was entirely in contrast with that of Eugene. ഈ ആന്റി ഇഫോമ എന്ന ആന്റിയുടെ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദി അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹൗസ് ഓഫ് യൂജിൻ. യൂജിന്റെ വീട്ടിൽ, അതായത് ഇവരുടെ വീട്ടിലെ ആ അവസ്ഥയ്ക്ക്, അവരുടെ ആ ഒരു വീട്ടിലെ അന്തരീക്ഷത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ആന്റിയുടെ വീട്ടിലെ അവസ്ഥ. There had a different form of Catholicism, making a happy and liberal place for all members, giving opinion to all the members and can open their minds. ആ വീടിന്റെ പ്രത്യേകത, അവരും കാത്തലിക് വിശ്വാസിയാണ് എങ്കിലും അവിടെ there is happiness and liberty to all people. എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അതേപോലെ തന്നെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ everyone has the right to എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ. തങ്ങളുടെ അഭിപ്രായം പറയാൻ ഓരോ ആൾക്കും അവിടെ അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ദേ ക്യാൻ ഓപ്പൺ ദെയർ മൈൻഡ്സ്. അവരുടെ മനസ്സ് തുറക്കാൻ, അതായത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും അവരുടെ അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഈ ആന്റിയുടെ വീട്ടിലുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യൂജിൻ. അവിടെ മെയിൽ ഡോമിനൻസി ആണ്. യൂജിൻ എന്താണോ പറയുന്നത് അത് മാത്രമേ അവിടെ നടക്കുള്ളൂ. ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും ഒരു വോയിസും ഇല്ലാത്ത ഒരു വീട്. അപ്പൊ ആ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു അവസ്ഥയിലേക്ക് വന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളാണ് ഈ നോവലിൽ പറയുന്നത്. ആൻഡ് ഇൻ ദി നർച്ചറിംഗ് എൻവയോൺമെന്റ് കമ്പനി ആൻഡ് ജജ ബിക്കെയിം മോർ ഓപ്പൺ ആൻഡ് മോർ ഏബിൾ ടു ഫോം എ വോയിസ് ആൻഡ് ഒപ്പീനിയൻ. ഈ ഒരു വീട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ, ഈ ആന്റിയോടൊപ്പം നിൽക്കുന്ന അവസരത്തിൽ അവർക്ക് അഭിപ്രായം പറയാനും കഴിയുന്നു. ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതേപോലെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ഓരോ ആശയങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു. And during this time, Kambali falls in love with a young priest named Father Amadi, which awakens her own sexuality. ഈ ഒരു കാലഘട്ടത്തിലാണ് കമ്പളിക്ക് ഒരു ചെറിയ ഒരു ലവ് അഫെയർ ഉണ്ടാകുന്നത്. അതായത് ഒരു പുരോഹിതനുമായിട്ട്, പുരോഹിതന്റെ പേര് ഫാദർ അമാദി, അദ്ദേഹവുമായിട്ട് കമ്പളിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടാകുന്നു. അത് that evokes her sexuality, തന്റെ സെക്സ്വാലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ബന്ധമായി മാറുന്നു ആ ഒരു ബന്ധം. And a critical mass is reached against the lives of Kambali Jaja, and they were so orthodox in the beginning. ഇനി ഈ കമ്പളിയുടെയും ജജയുടെയും സ്വഭാവത്തിൽ വളരെയധികം മാറ്റം സംഭവിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മൾ പറഞ്ഞു, ഇവിടെ വളരെ ഓർത്തഡോക്സ് ആയ കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു ആന്റിയുടെ കുടുംബത്തിൽ എത്തുന്നത്. കുറച്ച് നാളത്തേക്ക് എത്തുന്നെങ്കിലും അവിടെ നിന്നും അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. ഈ സ്വഭാവ മാറ്റത്തിനെതിരെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നു. കാരണം ഓർത്തഡോക്സ് ആയ കുട്ടികൾ, വളരെ അടക്കമൊതുക്കമുള്ള എന്ന് നമ്മൾ പറയുന്ന ആ കുട്ടികൾ entirely different ആയി മാറുന്നു. So a critical mass is reached against the lives of Kambali and Jaja as they were so orthodox in the beginning. Eugene's cruelty becomes so harsh and so Beatrice poisons him. ഈ ഒരു സമയത്ത് യൂജിന്റെ സ്വഭാവം വീണ്ടും ക്രൂരത കൂടിക്കൂടി വരുന്നു. അങ്ങനെ ബിയാട്രിസ് അദ്ദേഹത്തിന് വിഷം കൊടുക്കുന്നു. And Jaja takes the blame for the crime and ends up in prison for 3 years. അങ്ങനെ തന്റെ അമ്മയാണ് അദ്ദേഹത്തിന് വിഷം കൊടുക്കുന്നത്, അച്ഛന് വിഷം കൊടുക്കുന്നത് അമ്മയാണ്. പക്ഷേ ആ കുറ്റം ജജ ഏറ്റെടുക്കുന്നു, ചിക്കുവിക്ക എന്ന ആ ആൺകുട്ടി ഏറ്റെടുക്കുന്നു. ആൻഡ് ഹി സ്പെൻഡ്സ് 3 years in prison. 3 വർഷം ആ ജയിലിനുള്ളിൽ അവൻ ചെലവഴിക്കുന്നു. ആൻഡ് Aunt Ifoma was dismissed from her post as the lecturer at the University of Nigeria, Zukka, and so she and her family moved to America. ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓണ്ട് ഇഫോമയെ അവർ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഷി വാസ് വർക്കിംഗ് ആസ് എ ലെക്ചറർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയ. സുക്ക എന്ന സ്ഥലത്തെ, നൈജീരിയയിലെ സുക്ക എന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ
ലെക്ചറർ പോസ്റ്റിൽ നിന്നും പിരിച്ചുവിടുന്നു. അങ്ങനെ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് ഷീ ആൻഡ് ഹർ ഫാമിലി മൂവ്സ് ടു അമേരിക്ക. അവരും അവരുടെ കുടുംബവും അമേരിക്കയിലേക്ക് സെറ്റിൽ ആവും. And the novel ends almost 3 years after these events in an optimistic note. ഈ നോവൽ അവസാനിക്കുന്ന സമയത്ത് ഈ 3 വർഷത്തിന് ശേഷം, ഈ സംഭവങ്ങളൊക്കെ നടന്ന് 3 വർഷത്തിന് ശേഷമാണ് നോവല് അവസാനിക്കുന്ന. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവസാനിക്കുന്നത്. ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ഓപ്റ്റിമിസം. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ നോവല് അവസാനിക്കുന്നത്. And the company has become a young woman of 18 and she has become more confident. ഈ സമയത്ത് 15 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു കമ്പിളി നോവലിന്റെ തുടക്കത്തിൽ. പിന്നീട് ഈ നോവൽ അവസാനിക്കുന്ന സമയത്ത് 18 വയസ്സുള്ള ഒരു സ്ട്രോങ് വിമൻ ആയി മാറുന്നു. 18 വയസ്സുള്ള ഒരു സ്ട്രോങ് വുമൺ ആയി നമ്മുടെ കമ്പിളി മാറുന്നു. അതോടൊപ്പം തന്നെ ഷീ ബിക്കംസ് മോർ കോൺഫിഡൻറ്റ്. അവൾ വളരെയധികം കോൺഫിഡൻ്റ് ആയി മാറുന്നു. അവൾക്ക് ആ ഒരു ധൈര്യവും അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള നല്ലൊരു സ്ത്രീയായി അവൾ മാറുന്നു. അതേപോലെ ജഡ്ജ ഹു വാസ് സോ ഇന്റലിജന്റ്, വളരെ നല്ല ബുദ്ധിയുള്ള ഒരു ആൺകുട്ടിയാണ് ജഡ്ജ, ചുക്കുമിക്ക എന്ന ജഡ്ജ. അവൻ ഹി ബിക്കംസ് മോർ സ്ട്രോങ് ആൻഡ് റിജിഡ്. അവനും വളരെ ഒരു ബോൾഡ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായി മാറുന്നു. 3 വർഷം അവന് ജയിലില് ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ അവന്റെ സ്വഭാവത്തിൽ ആ ഒരു സ്ട്രോങ്നെസ് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ആൺകുട്ടിയായിട്ട് ജഡ്ജ മാറുന്നു. പിന്നീട് ബിയാട്രിസ് ബിക്കം മോർ ഡിറ്റീരിയോറേറ്റഡ് മെന്റലി. പക്ഷേ ബിയാട്രിസിന് കുറ്റബോധം കാരണം തന്റെ മകൻ, താൻ ചെയ്ത കുറ്റത്തിന് മകനാണ് ജയിലിൽ പോയത്. അതോടൊപ്പം തന്നെ ഭർത്താവിന് പോയിസൺ കൊടുത്തു. പിന്നെ വീടിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തികം എത്രയൊക്കെ ഉണ്ടായിട്ടും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതിന്റെ ഒക്കെ ആ ഒരു വിഷമത്തിൽ അവര് കൂടുതൽ മാനസികമായി തകർന്നു പോകുന്നു. ഇങ്ങനെ എന്നാൽ തന്നെയും ആ കുട്ടികളുടെ സ്ട്രോങ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിലൂടെ ആ ഒരു ഓപ്റ്റിമിസത്തിലാണ് നോവല് അവസാനിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കമ്പിളി. അവളുടെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിൽ ചോദിക്കാം. പിന്നീട് മറ്റൊന്ന് ചുക്കുമിക്കാസ് നേച്ചർ. ഇവിടെ നമ്മൾ പറഞ്ഞു ഹി ഈസ് എ ബോൾഡ് ബോയ്, ഒരു ധൈര്യശാലിയായിട്ടുള്ള ആൺകുട്ടിയാണ്. അതേപോലെ തന്നെ ഹി ഈസ് വെരി ഇന്റലിജന്റ്, ബട്ട് ഹി ഈസ് ഡോമിനേറ്റഡ് ബൈ ഹിസ് ഫാദർ. യൂജിൻ എന്ന ആ ക്രൂരനായ അച്ഛൻ അവനെ അടിച്ചമർത്തുന്നു. പക്ഷേ he becomes stern in his decisions and disobey his father, not by going to the communion on Palm Sunday and posing a mass family scene. അവൻ പിന്നീട് അച്ഛനെ ധിക്കരിക്കുന്നു. ആ ധിക്കാരം അതിന് മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് പാം സൺഡേ, ഓശാന ഞായറിലെ പള്ളിയിൽ പോകാതെ അവൻ പ്രതിഷേധിക്കുന്നു. അതോടുകൂടി ആ വീട്ടിൽ വളരെയധികം ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവൻ തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. And he takes the blame of his mother's crime and spends almost 3 years in prison. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മറ്റൊന്ന് യൂജിൻ അച്ചിക്കെ എന്ന പിതാവിന്റെ ക്യാരക്ടറാണ്. അദ്ദേഹം വളരെ ക്രൂരനാണ്. ഹി ഈസ് സോ വെൽത്തി ബട്ട് ഹി ഈസ് സോ റിജിഡ് ആൻഡ് ക്രൂവൽ ഇൻ ഹിസ് നേച്ചർ. പിന്നീട് ഹി ഈസ് എ ഗുഡ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ മറ്റുള്ളവർക്ക് അദ്ദേഹം വളരെയധികം നല്ലവനാണ്. ആൻഡ് ഹി ഈസ് റെഡി ടു ഗീവ് മണി ടു ദ നീഡി പീപ്പിൾ. ആവശ്യക്കാർക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ, ഡൊണേഷൻ ഒക്കെ കൊടുക്കാനൊക്കെ വളരെ ആക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ വീട്ടിലെ അയാളുടെ സ്വഭാവം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് യൂജിൻ അച്ചിക്കെ. Then we have to discuss what are the major themes of this novel. First one is change of power. നമ്മൾ പറഞ്ഞു when the novel opens or the novel is set on the background of political instability and economic difficulties. ആ നൈജീരിയയുടെ അവസ്ഥയാണ്, പോസ്റ്റ് കൊളോണിയൽ നൈജീരിയയാണ്. അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു എക്കണോമിക് ഡിഫിക്കൽട്ടീസ് നേരിടുന്ന ആ ഒരു കാലഘട്ടമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ചേഞ്ച് ഈസ് ദ തീം. നെക്സ്റ്റ് വൺ ഈസ് റിലിജിയൻ. മതമാണ്, കാത്തലിക്, ബിലീഫ് ഇൻ കാത്തലിക് റിലിജിയൻ. അതിലെ വിശ്വാസത്തിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾക്ക് കാണുന്നത്. ദ ബിലീഫ് ഇൻ religion in the house of Eugene is entirely different from the belief of on the Ephomas family. രണ്ടുപേരും കാത്തലിസിസത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും യൂജിന്റെ കുടുംബത്തിലെ വിശ്വാസവും
ഇഫോമ എന്ന ആന്റിയുടെ വീട്ടിലെ വിശ്വാസം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സോ റിലിജിയൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ നോവൽ. Next one is domestic violence. Beatrice has to suffer 2 miscarriages due to the cruelty of Eugene. യൂജിന്റെ ആ ക്രൂരത കാരണം 2 അബോർഷൻ ബിയാട്രീസിന് സംഭവിക്കുന്നുണ്ട്. അത്രത്തോളം ക്രൂരത നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധം. ഇവിടെ യൂജിന്റെ കുടുംബം വളരെയധികം വെൽത്തി ഫാമിലിയാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല ഉന്നതരായിട്ടുള്ള ആളുകളാണ്. ബട്ട് ദ ഫാമിലി അറ്റ്മോസ്ഫിയർ ഈസ് ടോട്ടലി ബാഡ്. അവരുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ കുടുംബത്തിലെ അന്തരീക്ഷം വളരെ മോശമാണ്. പക്ഷേ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ഹൗസ് ഓഫ് ഓൺഡ് ഇഫോമ ഇസ് സോ കാം ആൻഡ് ഹാപ്പി. ഇഫോമ എന്ന ആന്റിയുടെ വീട്ടിലെ അവസ്ഥ, ആ അന്തരീക്ഷം വളരെയധികം സന്തോഷം നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അഭിപ്രായം പറയേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ എല്ലാവരുടെയും ആശയങ്ങൾ പ്രകടിപ്പിക്കാവുന്ന ഉള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൈലൻസ് ആൻഡ് സ്പീച്ച്. സൈലൻസ് ആൻഡ് സ്പീച്ച്, ഇവിടെ ബിയാട്രീസ് കീപ് സൈലൻസ്. യൂജിൻ എന്ന വ്യക്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഹി കീപ്സ് എ മെയിൽ ഡോമിനൻസ്, ഒരു മെയിൽ ഡോമിനൻസ് ആണ്. ആൻഡ് ദ അതർ പേഴ്സൺസ് ഇൻ ദ ഫാമിലി പ്ലേസ് ആസ് സ്ലേവ്സ്. മറ്റുള്ളവരും ഭാര്യ അടക്കം, ഭാര്യയും മക്കളും അടിമകളെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. ഇയാളാണ് ദേ ആർ കീപ്പിംഗ് സൈലൻസ്. അവര് നിശബ്ദത പാലിക്കുന്നു. ആൻഡ് യൂജിൻ സ്പീക്സ് എവറിത്തിങ്. യൂജിനാണ് ആ വീട് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രീഡം ആൻഡ് ടിറണി. ഫ്രീഡം, സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇഫോമ എന്ന ആന്റിയുടെ വീട്ടിലെ സ്വാതന്ത്ര്യമാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടിറണി, യൂജിൻ എന്ന വ്യക്തിയുടെ ആ ഒരു ടിറണി. ആ ഒരു ടിറണി മീൻസ് സ്വേച്ഛാധിപത്യം, ആ ഒരു ഡോമിനൻസി. അതാണ് ഇതിനകത്തെ മെയിൻ തിങ്സ്. നെക്സ്റ്റ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ടൈറ്റിൽ ഷോസ് ഫ്രീഡം ആൻഡ് ഹോപ്പ്. പർപ്പിൾ ഹിബിസ്കസ് എന്ന ടൈറ്റിൽ കാണിക്കുന്നത് ഇറ്റ് ഷോസ് ഫ്രീഡം ആൻഡ് ഹോപ്പ്. ഇനി ഇതിൽ സാധാരണ എക്സാമിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി മേജർ തീംസ് ഇൻ ദിസ് നോവൽ. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്വഭാവം ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് കമ്പനി, ജജ, യൂജിൻ, അതേപോലെ ബിയാട്രിസ്, പിന്നീട് ഇഫോമ. ഫാമിലി അറ്റ്മോസ്ഫിയറും ചോദിക്കാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫാമിലി അറ്റ്മോസ്ഫിയർ ഓഫ് യൂജിൻ ആൻഡ് ഇഫോമ. ഇത്രയാണ് ഇതിനകത്ത് മേജർ ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.